ഹായ് എവരിവൺ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നിരിക്കണേ. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്കിന്ന് എന്താ അടുക്കളയിൽ കയറി ഉണ്ടാക്കണ്ടേ എന്ന ചിന്തയിലാണല്ലോ നമ്മൾ വരിക. രാവിലെ എണീച്ച് വന്നാൽ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് നമ്മുടെ അരി കുക്കറിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിലത്തെ ജനലൊന്ന് തുറന്നിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും അവിടെ ഇരിക്കും. കുറച്ച് കാറ്റൊക്കെ കൊള്ളാമല്ലോ, ഒന്ന് പുറത്തേക്ക് നോക്കി റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. കാരണം നമ്മളിനി കയറാൻ പോകുന്നത് ഭയങ്കര പണിയിലോട്ടാണല്ലോ. അപ്പോൾ പിന്നെ ആദ്യം ഒന്ന് റിലാക്സ് ആവാം എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് കയറിയാൽ പിന്നെ നമുക്കിന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ലഞ്ചിന് എന്നൊക്കെ ചിന്തയാവുമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ വെള്ളയപ്പം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെള്ളയപ്പം മുട്ടക്കറി ആക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് പിന്നെ ഓരോ ദിവസം ഓരോ മൂഡായിരിക്കും. ചിലപ്പോൾ വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ തീരെ ഇഷ്ടമുണ്ടാവില്ല. അത് കാരണം ഇപ്പോൾ ഞാൻ അവരെ മൂടൊന്നും നോക്കാറില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉണ്ടാക്കും. കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, വിശക്കുമ്പോൾ എന്തായാലും കഴിക്കാതിരിക്കില്ലല്ലോ. കാരണം നമ്മൾ കൂടുതലായിട്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പിന്നെ അവർ നമ്മൾ പറയണതൊന്നും കേൾക്കത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊട്ട് കഴിയത്തുമില്ല. പിള്ളേരുടെ സ്വഭാവം ഭയങ്കര വഷളാവും. അപ്പോൾ നമ്മളെന്താ, വീട്ടിലെല്ലാവർക്കും എന്താണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നമ്മളെ റുട്ടീന് ഫോളോ ചെയ്യുക. ഇപ്പം അതാണ് കേട്ടോ എൻ്റെ പരിപാടി. അല്ലാതെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് നമ്മൾ എന്തിനാ എപ്പോഴും അടുക്കളയിൽ നിന്ന് കളയണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിള്ളേരെയാണ് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. വീട്ടിൽ എന്തുണ്ടാക്കുന്നോ അതെല്ലാവരും കൂടി സ്നേഹത്തിൽ ഇഷ്ടത്തിൽ കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടായിരുന്നേ. ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചത് ഇന്ന് തന്നെ വെക്കാം, ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഫ്രഷ്നെസ് കളയണ്ടാന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോൾ അത്ര സുഖമൊന്നും ആയില്ല, എന്നാലും കുഴപ്പമില്ല. വെള്ളയപ്പം പോലൊക്കെ തന്നെ ഉണ്ട്, പിള്ളേർ കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിസെറ്റ് എണീച്ച് വന്നു കേട്ടോ. കുട്ടിസെറ്റ് എണീച്ച് വന്നാൽ പിന്നെ ആകെ ബഹളമാണല്ലോ. പിന്നെ സ്കൂളിൽ പോകണം, കുളിക്കണം, പല്ല് തേക്കണം, ബുക്ക് എടുത്ത് വെക്കണം, ചായ കുടിക്കണം, പിന്നെ ഇല്ലാത്ത പരിപാടികളില്ല. അപ്പോൾ അവർ വേഗം എണീച്ച് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവരുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനവിടെ അയൺ ചെയ്യുമ്പോഴത്തേനും മറ്റോടത്തവിടെ ബഹളം നടക്കുന്നുണ്ട്. അവരുടെ കൈയൊക്കെ ക്യാമറയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. മസിലാത്ര ജിംനാസ്റ്റിക്കാണ്, മസിലൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. അപ്പം നമ്മൾ അയൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരവിടെ ബഹളം, തല്ലൂട്ടം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ തന്നെ ഒരു ഉഷാറ് വേണ്ടേ. നമ്മൾ ബിഗ് ബോസിൽ പാർട്ടിയായിട്ട് എല്ലാവരും എണീക്കണ പോലെ ഇവിടെ എല്ലാവരും ഇവരെ തല്ലൂട്ടം കേട്ടിട്ടാണ് എണീക്കാറ്. അത് കഴിഞ്ഞത് ആ 2 പേരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത് കണ്ടിട്ട് അവർ ഭയങ്കര സ്നേഹമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ രാവിലത്തെ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങും. അപ്പോഴത്തേനും ഞാൻ അവരെ ലഞ്ച് ബോക്സൊക്കെ എടുത്തു വെച്ചു. സോക്സും എല്ലാ സംഭവങ്ങളും അനതാരികളൊക്കെ ഇട്ട് കൊടുത്തു. ഒരു 100 സാധനങ്ങൾ ഇടാനുണ്ടാവും.